സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ശ്രീറാം ഫിനാൻസിനെതിരെ ഇടുക്കിയിലും പരാതി. ആളുകൾ അറിയാതെ അടിമാലി ശാഖയിൽ നിന്നും വ്യാപകമായി വായ്പകൾ എടുത്തു. സോഫ്റ്റ്വെയർ തകരാറും ഡാറ്റ എൻട്രിയിലുണ്ടായ പിഴവുമാണ് കാരണമെന്ന് ഫിനാൻസ് അധികൃതരുടെ ന്യായീകരണം. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥാപനം താൽക്കാലികമായി പൂട്ടി. ശ്രീറാം ഫിനാൻസിന്റെ ഇടുക്കി അടിമാലിയിലും നിരവധി പേരാണ് തങ്ങൾ അറിയാതെ ലക്ഷങ്ങളുടെ കടബാധിതരായത്. ആവശ്യങ്ങൾക്കായി മറ്റ് ബാങ്കുകളെ സമീപിക്കുമ്പോഴോ സിബിൽ സ്കോർ പരിശോധിക്കുമ്പോഴോ മാത്രമാണ് വായ്പ ഉണ്ടെന്ന വിവരം അറിഞ്ഞത്. എന്റെ പേരിൽ 5 ലക്ഷം രൂപയാണ് കാണിക്കുന്നത്. ഈ 5 ലക്ഷം രൂപ കാണിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഒരു ഡേറ്റ ഇവരുടെ കയ്യിലില്ല. ഈ ബാങ്ക് തന്നെ ഇന്നാണ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. സിബിൽ സ്കോറിൽ ലോൺ അടച്ചില്ല എന്ന്, ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ അടച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാജാക്കാട് സ്വദേശിയുടെ അനുജന്മാരുടെ പേരിൽ മാത്രം 12 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു. ഒരു അനിയന്റെ അടുത്ത് പിടിച്ചിരിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത് തന്നെ. ഇത് കോടാനുകോടികളാണ് ഇവിടെ തട്ടിപ്പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രീറാം അടിമാലിയിലെ ഈ സ്ഥാപനത്തിൽ നിന്ന് കോടാനുകോടികൾ. ലോൺ എടുക്കാത്തവർക്കും ഗ്യാരണ്ടറായി നിന്നവർക്കും ഉൾപ്പെടെ ലോണുണ്ട്. നിലവിൽ ഒരു ലോണുള്ള ആൾ അവരറിയാതെ തന്നെ മറ്റ് 2 ലോണുകൾ കൂടി എടുത്തതായി കാണിക്കുന്നു. എടുക്കാത്ത ലോണിന്റെ പേരിൽ സിവിലിൽ കാണിച്ചിട്ട് ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ അടിമാലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയന്റെ പേരിലും അമ്മയുടെ പേരിലും ഇതുപോലെ എടുക്കാത്ത ലോൺ പേഴ്സണൽ ലോൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അടിമാലി ശാഖയിലെ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് എത്തി ജീവനക്കാരെ മാറ്റി. പ്രശ്നം പരിഹരിച്ച ശേഷം ഫിനാൻസ് സ്ഥാപനം തുറന്നാൽ മതിയെന്നാണ് നിർദ്ദേശം. കൈരളി ന്യൂസ്, ഇടുക്കി.